അവൾ മനഃപൂർവ്വം എൻ്റെ ക്യാപ്റ്റൻസി കുളവാക്കാൻ വേണ്ടി ചെയ്തത്. അവൾ കരുതി കൂട്ടി തന്നെ ചെയ്തത്. അല്ലാതെ അവൾ അതെ, നിങ്ങളെല്ലാവരും ജോലി ചെയ്യുമ്പോൾ അവൾ പറയുന്നതാണ്. നിങ്ങൾ കറിയൊക്കെ ഇളക്കാനോ എടുക്കാനോ ഒക്കെ വരുമ്പോൾ അവൾ പറയും വേണ്ട ഞാൻ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് അവസാനം അവൾ ചെയ്ത് കഴിയുമ്പോൾ പറയും നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങളവിടെ മാറിയിരിക്കുകയല്ലായിരുന്നു, നിങ്ങൾ ചെയ്യാൻ വന്നില്ലല്ലോ. ഇത് അവളുടെ സ്ഥിരമായിട്ടുള്ളൊരിതാണ്. ഇത് ഞാൻ കാണാറുണ്ട് ബേബി, എനിക്കറിയാം. പിന്നെ അവൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതാണ് അവിടെ ഗെയിം. അവിടെ PR അതെടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മളെ ഇതാക്കും. അതാണ് അവൾ ഇട്ട് കൊടുക്കുന്നവരെയാണ് അവിടെ PR കട്ട് ചെയ്ത് ഇടുന്നത്. എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത അനീഷാണ്. അനീഷ് എന്തിനാണ് ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? ഇനി ലാലേട്ടന് മുമ്പിൽ പറയാനാണ് ഞാനൊരു നല്ല ക്യാപ്റ്റനെ അല്ലത് പറയാൻ. അയാൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. എനിക്കൊന്നുമില്ല, അത് പറഞ്ഞോട്ടെ. എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എവിടെ പറയണമെന്ന് എനിക്കറിയാം. ബേബി പറയാതെ തന്നെ എനിക്കറിയാം. ഇല്ല ബേബി അങ്ങനത്തെ ഒരാളല്ല. എനിക്കറിയാം ബേബിക്ക് ഒരു അഹങ്കാരവും ഇല്ല. ഞാൻ പാർട്ട്ണറായതുകൊണ്ട് പറയുന്നതല്ല, ബേബിക്ക് ഒരു അഹങ്കാരവും ഇല്ല. ഞാനത് എന്തെങ്കിലും ഒരു ഇത് ബേബി കാണിച്ചാൽ ഞാൻ അപ്പോഴേ ഓപ്പണായിട്ട് പറയുന്നതല്ലേ. പക്ഷേ ഇപ്പോൾ ബേബി അങ്ങനൊന്നും അല്ല. ബേബി അങ്ങനെ ഈ ക്യാപ്റ്റൻസി കിട്ടിയതിലോ അല്ലെങ്കിൽ ഫിനാലയിലേക്ക് വന്നതിലോ ഒന്നും ബേബിക്ക് ഒരു അഹങ്കാരവും ഇല്ല. ഞാനതൊന്നും കാണുന്നില്ല. പിന്നെ ബേബി എന്തിനാണ് ഇതാവുന്നത്? അവളെ അച്ഛനും അമ്മയും പറയുമ്പോഴൊക്കെ അങ്ങ് ഇമോഷണലായി കരയുന്നു കാണിക്കുക. അതെന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? അതവൾ ചെയ്യുന്നത് സിമ്പതിക്ക് വേണ്ടിയല്ലേ. എനിക്കത് മനസ്സിലായി. അവൾ എപ്പോഴും അച്ഛനെ അമ്മയെക്കുറിച്ച് എന്ത് വന്നാലും അവളിരുന്ന് കരയും. അപ്പോഴും അവൾക്കങ്ങ് സങ്കടം സഹിക്കാൻ മേതം കരയും. അപ്പോൾ അത് അവൾക്ക് സിമ്പതിക്ക് വേണ്ടിയാണ്, പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും പറയുന്നുണ്ടെങ്കിൽ കരഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകരുടെ പിന്തുണ കിട്ടും? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ അത്രയും സംസാരിച്ചിട്ട് അനീഷിന് ഒന്നും സംസാരിക്കണ്ട. അനീഷ് ആകെ പറഞ്ഞ ഇതാ, ഒരു വിവേകം ഇല്ലാത്തൊരു ക്യാപ്റ്റനായിപ്പോയി. ഒരാൾ പറയാൻ സമ്മതിക്കാതെ ഒരു വിവേകത്തോടെ ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തൊരു ക്യാപ്റ്റനെന്ന്. അയാൾക്ക് ലാലേട്ടൻ്റെ മുമ്പിൽ പറയാനുള്ളൊരു കാര്യമായി. അയാൾ അതിനു വേണ്ടി ഇരിക്കുക. അയാൾക്ക് എപ്പോഴും ലാലേട്ടൻ്റെ മുമ്പിലാണല്ലോ അയാൾ ആളുകളെ പൊളിച്ചെടുക്കുന്നത്. ഞാനൊരു ക്യാപ്റ്റനല്ലേ, എനിക്ക് കുറച്ച് റെസ്പെക്റ്റ് തന്നൂടെ? ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവൾ കേൾക്കാത്തത്? അവൾക്ക് ഇന്നലെ ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റി അവളെ വെസൽ ടീമിലിട്ടില്ലേ. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അവൾ പാത്രം കഴുകത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തുവാ? അപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ കേട്ടില്ലേ. അവൾ പറയുന്ന ഞാൻ അവളോട് ഇത്ര ഇതായിട്ടാണ് പറഞ്ഞത്, നീ ആ പാത്രങ്ങൾ കഴുകണം, അവർക്ക് നീ കഴുകി കൊടുക്കാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അനുമോളെ പ്ലീസ് നീ അത് ചെയ്യ്, ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവൾ എന്നോട് പറയാണ് അതെ എനിക്കിപ്പോൾ കഴുകാൻ പറ്റത്തില്ല, ഞാൻ രാത്രിയിലത്തെ പാത്രം മാത്രമേ കഴുകത്തുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തെ പാത്രം ആര് കഴുകും? അതെന്തൊരു ധിക്കാരത്തോടെയാണ് അവൾ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഒന്നുമില്ലെങ്കിലും ഒരു ക്യാപ്റ്റനല്ലേ, ഞാൻ ഈ ഹൗസിൻ്റെ ക്യാപ്റ്റനല്ലേ. നെവിൻ വിസിൽ ടീമിൽ നിന്ന് മാറിയപ്പോൾ അവൾ കഴുകണ്ടതല്ലേ, അവളത് ചെയ്യത്തില്ല. പിന്നെ അവൾ പറയുന്നത് നമ്മൾ അവിടെ കൂടെ കൂട്ടുകൂടിയത് അവളുടെ ഫെയിം കണ്ടിട്ടാണെന്ന്. നമുക്കെന്തിൻ്റെ ആവശ്യം അതിന്? അതൊക്കെ എന്താണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത്? നമ്മളത് കണ്ടിട്ടാണോ നമ്മൾ അവളോട് കൂട്ടുകൂടിയത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന്. അതെന്താണ്? ഇനി അവളെ കൊണ്ട് അത് പറയിപ്പിക്കാനൊന്നും നമുക്ക് നിൽക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവൾ ഓൾറെഡി അത് സമ്മതിച്ച് കഴിഞ്ഞാൽ മൗനം സമ്മതം. അപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇനി അത് പറയിപ്പിക്കാനും പോകണ്ട. പ്രേക്ഷകർക്ക് മനസ്സിലാവും, ചോറ് കഴിക്കുന്ന ഏത് ആൾക്കും മനസ്സിലാവും അവൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്. അപ്പം നമ്മളിനി അത് പൊളിച്ച് അടുക്കാൻ നിൽക്കണ്ട. അവൾക്കത് പറയാനറിയാലോ, പിന്നെന്താണ് അവളത് പറയാത്തത്? അവൾ പറയണ്ട. നമ്മളിനി അത് പറയിപ്പിക്കാനും പോകണ്ട ബേബി, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞ്, ഇപ്പം അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ്. എന്തായാലും അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാണ് നമ്മളിനി അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അവളെപ്പോഴും നല്ല വശങ്ങൾ മാത്രം പുറത്ത് കൊടുക്കാനിരിക്കുകയാണ്. നമ്മുടെ നെഗറ്റീവാണ് അവൾ പുറത്തോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈവ് അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.